ഹലേ വിശകലന സമൂഹം ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ പരിഗണിക്കാം. കോർപ്പറേഷന്റെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ വിശകലനം ചെയ്യും. Ultragenyx Pharmaceutical Inc. Ticker ORE 2025 ഏപ്രിൽ 19 ഡാറ്റ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കമ്പനി Ultragenyx Pharmaceutical Inc. ഉപവിഭാഗത്തിൽപ്പെടുന്നു. ഡന 47 കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ അവസാനത്തോടെ എടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾ അവലോകനം ചെയ്യും. കമ്പനിയുടെ ഫലം ഇതാണ്: -9-10 പോയിന്റ്. ഉപവിഭാഗത്തിന്റെ ശരാശരി -3.1 പോയിന്റാണ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ ഓഹരി വിപണിയിൽ മൊത്തം മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.8 പോയിന്റാണെന്ന് നമുക്ക് കാണാം. -9 പോയിന്റുകൾക്കെതിരെ Ultragenyx Pharmaceutical കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. Ultragenyx Pharmaceutical Inc. ഉപവിഭാഗം ഓഹരികളും 12 മാസത്തിനുള്ളിൽ ഓഹരികൾ നമുക്ക് കാണാം. Ultragenyx Pharmaceutical Inc. -15.6% ചലനാത്മക കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 23.5%. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കമ്പനിയുടെ വിപണി മൂലധനം Ultragenyx Pharmaceutical Inc. $3.35 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $58 ബില്യൺ ആണ്. Ultragenyx Pharmaceutical Inc. 5.744% വിഹിതം വഹിക്കുന്നു. ഇത് ഉപവിഭാഗത്തിലെ ഇടത്തരം കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $0.25 ബില്യൺ ആണ്. $18 ബില്യൺ ഉപവിഭാഗം മൂലധനം. Ultragenyx Pharmaceutical Inc. 1.425% വിഹിതമാണ്. എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഷെയറുകളുടെ താരതമ്യത്തിന് ശേഷം നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. പങ്കിടുക Ultragenyx Pharmaceutical Inc. വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ 5.744%. പുസ്തക മൂല്യം 1.425%. ഇത് ഓഹരി വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ 75% കുറവാണ്. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതവും പുസ്തക മൂല്യവും വിലയിരുത്തൽ മോശം, -1 പോയിന്റ്. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ $0.88 9 ബില്യൺ ആണ്. ബുക്ക് മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ ഇക്വിറ്റിയുടെ 355.6%. കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ള റേറ്റിംഗ് വളരെ മോശം, -2 പോയിന്റ്. ഒരു കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും അതിന്റെ ലാഭവും തമ്മിലുള്ള അനുപാതം 0 ആണ്. ഉപവിഭാഗത്തിന് ശരാശരി 0 കൂടെ. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് മൂല്യം ലാഭസൂചകമായി വിലയിരുത്തൽ വളരെ മോശം, -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $569 മില്യൺ. അടുത്ത 12 മാസത്തെ ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ്. ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് വളരെ മോശമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിക്കപ്പെട്ട ഭാവി ലാഭത്തിന്റെ വിലയിരുത്തൽ മോശം, -1 പോയിന്റ്. കമ്പനി മൂല്യവും വരുമാനവും തമ്മിലുള്ള അനുപാതം 6. ഉപവിഭാഗ ശരാശരി 4.7 ആണ്. ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ 28% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വരുമാനത്തിലേക്കുള്ള മാർക്കറ്റ് മൂല്യത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്നത്, -0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $560 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ്.
ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് ദോഷകരമാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 മാർജിൻ -101.6%. ഉപവിഭാഗത്തിലെ ശരാശരി -58.7%. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 43%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാർശ്വത്വത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന -0.5 ഉപവിഭാഗം ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 4.12%. ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ 39% കുറവാണ്. ഈ വസ്തുത കമ്പനിയുടെ നിലവിലെ വിനിമയ വിലയുടെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. ഉൾട്രാജെനിക്സ് ഫാർമസ്യൂട്ടിക്കൽ ഇൻക് ഒരുപക്ഷേ പുനർമൂല്യനിർണ്ണയത്തിലേക്ക്. ഒരു കമ്പനി ജീവനക്കാരന്റെ മൂലധനം $2,590 ആണ്. ഉപവിഭാഗത്തിൽ $1,857 ഉണ്ട്. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 39.5%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം $439.8 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി $231.9 കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 90%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്നത് -0.5 പോയിന്റ്. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന $433 ആണ്. ഉപവിഭാഗത്തിൽ $395,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 10%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ ഏകദേശ കണക്ക് സഹിക്കാവുന്നത് -0.5 പോയിന്റ്. ഉപവിഭാഗ ശരാശരിയായ 10.4%വുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരികൾ 5.2%. ഇത് ഷോർട്ട് സ്ക്വീസ് അപകടസാധ്യതയുടെ സൂചകമാണ്. സൂചകം റിസെ 14 കമ്പനിക്ക് 48% ലെവൽ കാണിക്കുന്നു. ഉൾട്രാജെനിക്സ് ഫാർമസ്യൂട്ടിക്കൽ ഉപവിഭാഗത്തിൽ ഈ നില 43%. ശരാശരി ഉപവിഭാഗത്തിന്റെ ഓഹരികൾ കമ്പനിയുടെ ഓഹരികൾക്ക് ഏകദേശം തുല്യമാണ്. ഉൾട്രാജെനിക്സ് ഫാർമസ്യൂട്ടിക്കൽ ഇൻക് കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യനിർണ്ണയം ഏകദേശം $35.68 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം $91.79 ആണ്. യഥാർത്ഥ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 157%. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. വിവര സംവിധാനം ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി ഉൾട്രാജെനിക്സ് ഫാർമസ്യൂട്ടിക്കൽ വിവര വിലയിരുത്തൽ സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഒരു തീരുമാനം എടുക്കുന്നു. $35.69 വിൽക്കാൻ തുറക്കാൻ ഓർഡർ. കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാലാണ് കരാർ തുറന്നത്. അക്കിമിന്റെ സൂചികയായ അസ്മെന്റ് മോഡൽ ഉപയോഗിച്ചാണ് കമ്പനിയെ വിലയിരുത്തിയത്. എടുക്കുക ലാഭം 30.87 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 40.51 ആയി നിശ്ചയിച്ചു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 മെയ് 19 എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ യാന്ത്രികമായി നിശ്ചയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ QGEN പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും.
പ്രധാന ഓർഡറിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ്. രണ്ടാമത്തെ ഓർഡർ നിലവിലെ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി. ഗുരു മാർക്കറ്റ്സ്. നിങ്ങൾ ഭൂമിയിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്.